ഹലോ നമസ്കാരം, ഞാൻ ഹാരിസ് കടേപ്പറമ്പിൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം മറ്റൊന്നുമല്ല, സന്തുഷ്ടതയെക്കുറിച്ചാണ്. ഇന്ന് ലോകത്തുള്ള മനുഷ്യർ എല്ലാവിധത്തിനും എത്ര സുഖസമ്പത്തും പണവും പ്രതാപവും പ്രൗഢിയും എല്ലാം ഉണ്ടായിട്ടും സന്തോഷം എന്ന വാക്ക് എന്താണെന്ന് അവർക്കറിയില്ല. അവർ സന്തോഷം തേടി അലയുകയാണ്. ഇതിൻ്റെ കാര്യം എന്നതിനെക്കുറിച്ച് നമുക്കൊരു വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഈ അടുത്ത ദിവസം എനിക്ക് ഒരു സന്തുഷ്ടവതിയായ അമ്മയെ പരിചയപ്പെടാൻ ഇടയുണ്ടായി. എനിക്ക് വളരെ നാളത്തെ പരിചയമുള്ള ഒരു ഫാമിലിയാണ്. ആ അമ്മയോടത്ത് ഞാൻ ചോദിച്ചു, അമ്മ എന്തുണ്ട്, മകൻ എവിടെയാണ്, എന്തുണ്ട് വിശേഷം എന്നൊക്കെ തിരക്കി. അപ്പോൾ ആ അമ്മ വളരെ സന്തുഷ്ടവതിയായിട്ട് പറഞ്ഞു, എൻ്റെ മകൻ എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത്. അവന് എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും, എനിക്ക് മരുന്ന് വാങ്ങിച്ചു തരും, എനിക്ക് നല്ല നല്ല വസ്ത്രങ്ങളുമൊക്കെ വാങ്ങിച്ചു തരും. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ആ മകനെക്കുറിച്ച് അമ്മ പറഞ്ഞത്. ആ അമ്മ പറയുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാര സന്തോഷത്തിൻ്റെ കണ്ണുനീർ ഒഴിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ അമ്മ പറഞ്ഞു, എൻ്റെ സ്വർഗമാണ് എൻ്റെ മകൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ മകനും എനിക്കറിയാം വളരെ സന്തുഷ്ടവനായ ഒരു മകനാണ്. എന്തുകൊണ്ടെന്നാൽ ആ അമ്മയുടെ സ്നേഹവും പ്രാർത്ഥനയും എപ്പോഴും ആ മകനുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൻ്റെ കെമിസ്ട്രി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എനിക്ക് ഏറ്റവും വളരെ അടുത്ത എൻ്റെ ഒരു സുഹൃത്തായ ഡോക്ടർ ബി പത്മകുമാർ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും ഡോക്ടറാണ്. അദ്ദേഹം ഞാനുമായിട്ട് പലപ്പോഴും പല കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് സന്തോഷം ഉണ്ടാകുന്നതിന്, സന്തോഷം ജനിപ്പിക്കുന്നതിന് 4 തരം ഹോർമോണുകളാണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതായത് ഒന്നാമത്തെ ഹോർമോൺ എന്ന് പറഞ്ഞാൽ എൻഡോർഫിൻ, 2 ഡോപ്പമിൻ, 3 സെറോട്ടോണിൻ, 4 ഓക്സിറ്റോക്സിൻ. ഈ 4 തരം ഹോർമോണുകളാണ് നമ്മുടെ ശരീരത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ സന്തോഷം നമുക്ക് നിലനിർത്തുന്ന ഘടകം എന്ന് പറഞ്ഞാൽ. എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോഴാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൂടാതെ നമ്മൾ ശരിക്കും ചിരിക്കുകയും നല്ല ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, മറ്റുള്ളവരോട് സ്നേഹപരമായി ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴും ഈ ഹോർമോൺ ഉണ്ടാകും. രണ്ടാമത്തെ ഹോർമോൺ എന്ന് പറയുന്നത് ഡോപ്പമിനാണ്. ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ സഹജീവികളോട് സ്നേഹത്തോടെ സഹവർത്തിത്തോടെ പെരുമാറുക, അവരെ അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ട നല്ല വർത്തമാനങ്ങൾ പറയുന്നതിലൂടെ മാത്രമേ ഈ ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അമ്മയുടെയും മകൻ്റെയും കെമിസ്ട്രി എന്ന് പറയുന്നത് അവർ തമ്മിൽ പരസ്പരം അംഗീകരിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ, സഹവർത്തിത്വത്തിലൂടെ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു കെമിസ്ട്രിയാണ് അവിടെ ഉള്ളത്. അതുകൂടാതെ മൂന്നാമത്തെ ഹോർമോൺ എന്ന് പറഞ്ഞാൽ സെറോട്ടിൻ എന്ന ഹോർമോണാണ്. അത് നമ്മൾ മറ്റുള്ള സഹജീവികളോട് നമ്മൾ നിസ്വാർത്ഥമായി, നിഷ്കളങ്കമായി മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സേവനം ചെയ്യുമ്പോൾ മാത്രമേ ആ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ അതും നമുക്ക് അമ്മയുടെയും മകൻ്റെയും കെമിസ്ട്രി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ 4ാമത്തെ ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ. ഈ ഓക്സിറ്റോക്സിൻ എന്ന ഹോർമോൺ മറ്റ് മനുഷ്യരുമായിട്ട് അടുത്തിടപഴകുമ്പോൾ, സഹവർത്തിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നന്മയുള്ള ആളുകൾക്ക് ഈശ്വരൻ നമ്മളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നിധിയാണ് ഈ ഹോർമോൺസ്. വീണ്ടും കാണുന്നവരെ നമസ്കാരം.